നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ആത്മഹത്യ ഒരു പോകാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജും കാര്യങ്ങളും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആത്മഹത്യ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആത്മഹത്യ പല വിധമുണ്ട്. ഇപ്പോൾ ഭാര്യ ഒളിച്ചോടി പോയാൽ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയാൽ ആത്മഹത്യ, കാമുകന്മാരുടെ ആത്മഹത്യ, ഇത് സാമ്പത്തിക ഇടപാട് പ്രശ്നം കൊണ്ട് ആത്മഹത്യ, പരീക്ഷയ്ക്ക് തോറ്റാൽ ആത്മഹത്യ, എല്ലാത്തിനും ആത്മഹത്യയാണ് ഇപ്പോൾ എല്ലാവരും പോകാൻ വഴിയായിട്ട് കണ്ടെത്തുന്നത്. അത് ഒരിക്കലും നിങ്ങൾ ഈ ലോകത്തോടെല്ലാം നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് മാത്രമല്ല, ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വിഷയമല്ല ഇത്, എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നതാണ്. പത്രം തുറക്കാൻ നിവർത്തിയില്ല, ഫേസ്ബുക്ക് തുറക്കാൻ നിവർത്തിയില്ല, ആത്മഹത്യ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജീവിച്ച് തീർക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ധൈര്യത്തോടെ നേരിടുക. ഓക്കെ, അപ്പം ഞാൻ ഓരോരോ പാർട്ടായിട്ട് ഇടാം. അതായത് മെയിൻ ഈ കാമുകന്മാരുടെ ആത്മഹത്യയാണ് ഇപ്പം നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇവരെന്തർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യണോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവരെ വിചാരമുണ്ട്, ഇവിടെ ഭൂമിയിൽ ഒരുമിക്കാൻ പറ്റിയില്ല എങ്കിൽ സ്വർഗത്തിൽ വച്ച് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒരുമിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കുറേ അബദ്ധങ്ങൾ പറ്റും. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊക്കയിലും ആറ്റിലും കടലിലൊന്നും ചാടരുത്. എന്ന് വെച്ചാൽ ഒന്നീ നിങ്ങളെ കാലൊക്കെ ഒടിഞ്ഞു കിടക്കും, ചിലപ്പം കാമുകൻ മരിക്കും, ഇല്ലെങ്കിൽ കാമുകി മരിക്കും. അതിൻ്റെ ആവശ്യം എന്താണ്? അതിന് ഒരു മാർഗം, രണ്ടൊരു സെയിമായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ വല്ലതും ഒരുമിച്ച് തലവയ്ക്കുക. അപ്പോൾ ഒരുമിച്ച് അങ്ങ് തീരും. ഇന്ന് ഓർത്ത് നോക്കിയാണ് ഈ കാമുകന്മാർ പ്രേമിച്ച് അവർക്ക് പിരിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഒരുമിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പക്ഷേ കാമുകൻ മരിക്കുന്നു. ട്വിസ്റ്റാണേ, കാമുകൻ മരിച്ചു. ഓക്കെ, ഇതിൽ ആർക്കാണ് നഷ്ടം? കാമുകൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് നഷ്ടം. ലൈഫ് ലോങ് അവർ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് അവർ ഉരുകി ചാവും. നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇപ്പോൾ ഈ കാമുകി രക്ഷപ്പെട്ടു, 1 വർഷം വരെ ഭയങ്കര വിഷമമായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഒരു കല്യാണം കഴിച്ച് കൊച്ചുങ്ങളായി അവരെ ആ പാട് നോക്കി അവരങ്ങ് പോവും. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ലൈഫ്, അതായത് ദൈവം തന്ന ലൈഫ് നിങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ, ശരി, കാമുകനും കാമുകയും അവരുടെ കാഴ്ചപ്പാടിൽ അടുത്ത ജന്മം ഒന്നിക്കുക അല്ലെങ്കിൽ സ്വർഗത്തെ ഒന്നിക്കുക എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടായിരിക്കും. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ എന്നാണ് കാമുകന്മാരായത്? നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചത് ആരാണ്? അത് അവരെ അച്ഛനമ്മയെ ഓർക്കുക നിങ്ങൾ. അല്ലാതെ ഈ എടുത്തു ചാടി ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ശരി, ഓക്കെ, ഈ കാമുകനും മരിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. നിങ്ങൾ ആയുസ് ഈ ഭൂമിയിൽ നിന്ന് അത് എത്ര വർഷം ഇവിടെ ജീവിക്കണോ ആ ടൈം വരെ നിങ്ങളെ ഈ ഭൂമിയിൽ ഇട്ടേക്കും. ദൈവം ഭയങ്കര ശക്തനാണ്, പവർഫുൾ മാനാണ്. ഈ കാമുകനെ കീരിയും കാമുകയെ പാമ്പുമാകും. ഓർത്തോ, നിങ്ങൾ ഈ ഭൂമി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ജീവിതാവസാനം വരെ ആക്രമിച്ച് നരകിച്ച് അത്രയും വർഷം കിടന്നിട്ട് നിങ്ങളങ്ങ് പോകും. പിന്നെ നിങ്ങളൊരു വിചാരമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കാർ ഫുള്ള് ഇവരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിഷമവും കാണില്ല. ആദ്യത്തെ സഞ്ചയനം പോണ്ട. നിങ്ങളുടെ ബോഡി വന്നു. ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ അടുത്ത സ്റ്റെപ്പ് ഈ ബോഡി എപ്പോൾ എടുക്കും? തെക്കാട് കൊണ്ടുപോകണോ, കുഴിച്ചിടണോ, കത്തിക്കണോ? ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ കുട്ടികളുടെ കളിയായി ചിരിയായി ഒരു മായ കൊണ്ട് മറയ്ക്കും. പിന്നെ സഞ്ചയനത്തിനുള്ള പിരിവും കാര്യങ്ങളുമായി, അതിൽ കയറി പ്രശ്നങ്ങളായി. പിന്നെ നിങ്ങളെ കൂട്ടുകാർ ഒരു 3-4 ദിവസത്തേക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം നിങ്ങളെ ഫോട്ടോ, ആദരാഞ്ജലികൾ, മിസ്യൂടാ, നീ വിട്ടുപോയി. ആ ഒരാഴ്ച സഞ്ചയനം കഴിഞ്ഞ് ഈ ഇഡലിയും രസവടയും സാമ്പാറും കഴിച്ച് ഇവർ കൈകഴുകി അങ്ങ് പോവും. പിന്നെ നിങ്ങൾ അവരെ മെമ്മറിയിലേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കൽ നിങ്ങളെ ഫോട്ടോ, അത് നല്ല കൂട്ടുകാരാണെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ അവരിടും, അല്ലെങ്കിൽ ഇടില്ല. ഒരു കാരണവശാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യല്. പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യൻ കുറവാണ്. ഈ ഭഗവാന് വരെ, ദൈവത്തിന് വരെ സമയമോശം ഉണ്ടായിട്ടുള്ള ഇതാണ് സംഭവിക്കുന്നത്. പിന്നെയാണ് മനുഷ്യന്. പ്രശ്നങ്ങളെല്ലാം മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്.
ഇപ്പോൾ എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ നേരിടുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യത്തോടെ നേരിടുക. നമ്മളാരും തൂക്കിക്കൊല്ലാനോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഈ കാമുകനും കാമുകിയും ഓർക്കുക, നിങ്ങൾ എങ്ങനെ കാമുകനും കാമുകിയായി, നിങ്ങളെ സൃഷ്ടിച്ച അമ്മ അച്ഛൻ അവരെ മാത്രം ഓർക്കുക. അല്ലാതെ വെറുതെ ആത്മഹത്യ ചെയ്ത് നിങ്ങളെ ശരീരമൊന്നും മനസ്സും നിങ്ങളെ മെമ്മറി അല്ലെങ്കിൽ നിങ്ങളെ ബോഡി അതൊക്കെ എത്ര വാല്യുബിൾ ആണെന്നറിയാമോ? ദൈവം നിസ്സാരനല്ല. നമ്മളെ ഒരു മുടി തൊഴിയണമെങ്കിലും അത് ആൾ വിചാരിക്കണം. അത് ദൈവം തന്ന ജീവിതം, അത് നമ്മൾ ജീവിച്ച് തീർക്കുക. ആ ടൈം ആകുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങ് പോകുക സന്തോഷത്തോടെ. അല്ല നമ്മൾ ഒരുപാട് വെട്ടിപ്പിടിച്ചൊന്നും കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒന്ന് ബാക്ക് നിങ്ങൾ അച്ഛനമ്മയെ മാത്രം ചിന്തിക്കുക. ഇത് ആത്മഹത്യക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ഓൺ ആവുന്ന ടൈമിൽ ഒരുമിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുന്നു. അതായത് സത്യം പറഞ്ഞ വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പത്രങ്ങളൊക്കെ തുറന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഒരു അറിവുമില്ല. ഇതിപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നു. അപ്പോൾ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം. ഇനി അടുത്തത് ഈ ഭാര്യമാർ പിണങ്ങി പോയി കഴിഞ്ഞാൽ ആത്മഹത്യ. ഈ ലേറ്റസ്റ്റ് ഇന്നലെ കണ്ട ഒരു വാർത്തയാണ്. ഈ 3 പിള്ളേരെയും കൊന്നിട്ട് അവന് എന്ത് കാര്യമെന്നറിയാമോ? ഒരു മനുഷ്യന്മാർ ഒരു രക്ഷയില്ല. എല്ലാ മനുഷ്യനും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യനും മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ എനിക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുക. അല്ലാതെ ഒരിക്കലും ആത്മഹത്യ എന്നൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തരുത്. വേറെ ഓപ്ഷൻ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.